പശ്ചിമേഷ്യ മുഴുവനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനമാണ്. ഇപ്പോൾ വാർത്തകളിൽ നാം കാണുന്നത് പോലെ വളരെ ആവേശഭരിതമായിട്ടുള്ള സ്വീകരണമാണ് ഡൊണാൾഡ് ട്രംപിന് ചൈന നൽകുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ നടത്തും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വ്യാപാരം, കൃഷി, ടെക്നോളജി കൈമാറ്റം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളിലും ടാരിഫ് അടക്കമുള്ള വിഷയങ്ങളിലും ഒക്കെ വളരെ വിപുലമായ ചർച്ചകൾ നടക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ വരുന്നത്. എങ്കിൽ പോലും 9 വർഷങ്ങൾക്ക് ശേഷം 2017 ശേഷം US പ്രസിഡന്റ് നേരിട്ട് ചൈനയിലെത്തുമ്പോൾ ഈ ഒരു പശ്ചിമേഷ്യൻ പശ്ചാത്തലം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാറും എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ഇറാൻ വിഷയത്തിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹായം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭ്യർത്ഥിച്ചേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സജീവമാകുന്നത്. ചൈനയും റഷ്യയും പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇറാനുമേൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം. അത് മനസ്സിലാക്കി തന്നെയാണ് വളരെ തന്ത്രപരമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് സന്ദർശനത്തിന് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ചൈനയും വളരെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഡൊണാൾഡ് ട്രംപിന് മുൻപിൽ വെക്കാനുള്ള സാധ്യതകൾ ശക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധം അടക്കമുള്ള സാഹചര്യങ്ങൾ ഒരു പ്രത്യേക സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ടെന്നുള്ളതും വ്യക്തമാണ്. അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല ഇറാൻ യുദ്ധം പോയത്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റിനേക്കാൾ ചർച്ചകളിൽ മേൽക്കോയ്മ ചൈനയ്ക്കായിരിക്കും എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഹോർമൂസിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാനും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും കൃത്യമായ ഇടപെടൽ, ചൈനയുടെ ഇടപെടൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾ US പ്രസിഡന്റ് നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ ഉരുത്തിരിയുക എന്നുള്ളതാണ് പശ്ചിമേഷ്യ അടക്കം ഇപ്പോൾ നോക്കി കാണുന്നത്. ഇതിനിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി വാം നൽകുന്നുണ്ട്. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നടത്തിയ ചില അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു അവകാശവാദം ഇറാൻ യുദ്ധം വളരെ ശക്തമായി നിൽക്കുന്ന സമയത്ത് UAEയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തി എന്നുള്ള തരത്തിലായിരുന്നു. മാത്രമല്ല UAE പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ UAE അതിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമിലൂടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. അത്തരത്തിലുള്ള ഒരു രഹസ്യ സന്ദർശനം നടത്തിയിട്ടില്ല എന്ന തരത്തിലാണ് UAEയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇസ്രായേലുമായുള്ള ബന്ധം നയതന്ത്ര തലങ്ങളിൽ മാത്രമാണ്, അത് തുറന്ന രീതിയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള അതിരുകടന്ന ബന്ധവും ഇസ്രായേലുമായി ഇല്ല, ഇത്തരത്തിലുള്ള രഹസ്യ സന്ദർശനം ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് UAEയുടെ ഭരണകൂടം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയൊരു അഭ്യർത്ഥന വളരെ വലിയ വാർത്തയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വർണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതടക്കമുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന, ഒരു വർഷത്തേക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നതും സ്വർണം വാങ്ങരുത് എന്ന തരത്തിലാണ് ജനങ്ങളോട് ഒരു അഭ്യർത്ഥന പ്രധാനമന്ത്രി നടത്തിയത്. ഇതിനു പിന്നാലെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഇപ്പോഴുള്ള 6% നിന്ന് 15% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഇന്ത്യയിൽ ഉരുത്തിരിയുന്ന ഈ ഒരു സാഹചര്യം UAE സ്വർണ്ണ വിപണിയിൽ വലിയ രീതിയിലുള്ള സജീവത പകരും എന്ന് സൂചിപ്പിക്കുന്ന വിപണി റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് UAEയിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് വലിയ നേട്ടമായി തീരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ പറയുന്നത്. ഇന്ത്യൻ വിപണികളെ അപേക്ഷിച്ച് GCCയിൽ പ്രത്യേകിച്ച് UAEയിൽ നിന്ന് സ്വർണം വാങ്ങുമ്പോൾ ഏകദേശം 12% നേട്ടം ജനങ്ങൾക്ക് ലഭിക്കും. 24 ക്യാരറ്റ് സ്വർണ്ണ ബാറുകൾ പോലുള്ള നിക്ഷേപ ശ്രേണിയിലുള്ള സ്വർണത്തിന് UAE വാറ്റ് ഈടാക്കുന്നില്ല. ഇത് നിക്ഷേപകർക്ക് കൂടുതൽ മികച്ച നിരക്കും മൂല്യവും കൊടുക്കും. UAEയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സ്വർണത്തിൽ വാറ്റ് രഹിത ഷോപ്പിംഗിന്റെ പ്രയോജനം നേടാനുമാവും. ഇന്ത്യയിലേക്ക് മടങ്ങുന്ന NRIകൾക്കുള്ള തീരുവരഹിത ഇറക്കുമതി പരിധി അടുത്തിടെ സർക്കാർ പരിഷ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇതനുസരിച്ച് സ്ത്രീകൾക്ക് 40 ഗ്രാം വരെയും പുരുഷന്മാർക്ക് 20 ഗ്രാം വരെയുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിനേക്കാൾ മികച്ച ലാഭമാണ് UAE ഉൾപ്പെടുന്ന GCC വിപണിയിൽ നിന്ന് സ്വർണം വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് വിപണി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിന്റെ പ്രതിഫലനം UAE വിപണിയിൽ വൈകാതെ അനുഭവപ്പെടും എന്നാണ് UAEയിലെ ജ്വല്ലറി രംഗം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് അബുദാബിയിലെ മ്യൂസിയങ്ങളിലടക്കം സൗജന്യ പ്രവേശനം ഇന്നു മുതലാണ് നടക്കുന്നത്. 3 ദിവസത്തേക്ക് മെയ് 14 മുതൽ 18 വരെയാണ് അബുദാബിയിലെ വിവിധ മ്യൂസിയങ്ങളിൽ സൗജന്യ പ്രവേശനം. അതായത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇല്ലേ, ലോവ്രെ അബുദാബി,
സായിദ് നാഷണൽ മ്യൂസിയം, കൾച്ചറൽ ഫൗണ്ടേഷൻ, അൽ മക്ത മ്യൂസിയം, അലൈൻ കൾച്ചറൽ കേന്ദ്രങ്ങൾ, ഡെൽമ മ്യൂസിയം, ഖസറൽ ഹുസൻ, മനാറത്ത് അൽ സാദിയാത്ത്, അബുദാബി ലൈബ്രറീസ് എന്നിവിടങ്ങളിലാണ് സൗജന്യ പ്രവേശനം ഉള്ളത്. ഇന്നു മുതൽ മെയ് 18 വരെയാണ് സൗജന്യ പ്രവേശനം ഉണ്ടാവുക.